ശ്രീ സന്ദീപ് വാര്യർ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഡാമേജ് കൺട്രോൾ മോഡിൽ അദ്ദേഹം എണ്ണി കോൺഗ്രസ് സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായാലും RSSുമായി സഹകരിച്ചതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു സമയമെടുത്ത്. അപ്പോൾ ഈ അഭിമുഖം വന്ന ആദ്യ മണിക്കൂറുകളിൽ MV ഗോവിന്ദൻ്റെ വാക്കുകൾ വലിയ എംബാരസിംഗ് ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം CPM-നും LDF-നും ഉണ്ടാക്കിയെങ്കിലും ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് മുഖ്യമന്ത്രി അതിനെ മറികടന്നോ? എന്തു തോന്നുന്നു? അഭിലാഷിന്റെ അഭിമുഖം ഞാൻ പൂർണ്ണമായും കാണുകയുണ്ടായി. അതിൽ അഭിലാഷ് തന്നെ MV ഗോവിന്ദനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ അപകടമാവില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് MV ഗോവിന്ദൻ നൽകുന്ന മറുപടി, സത്യം പറഞ്ഞാൽ എന്താണ് പ്രശ്നം, സത്യം പറഞ്ഞാൽ എന്തിനാണ് വിവാദം, RSSുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന മലയാളത്തിൽ അദ്ദേഹം പൂർണ്ണമായും സമ്മതിക്കുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് സത്യം പറയാൻ വേണ്ടി വിമ്മിഷ്ടം മുട്ടി നിൽക്കുന്ന ഒരാളെയാണ് എനിക്ക് MV ഗോവിന്ദനിൽ കാണാൻ സാധിച്ചത്. രസതന്ത്രം സിനിമയിൽ ഇന്നസെന്റ് സമാനമായ സാഹചര്യത്തോടെ കടന്നു പോകുന്നുണ്ട്. അവസാനം ഒരു കുന്നിൻ മുകളിൽ പോയി മോഹൻലാൽ മറ്റേ ആണായിട്ട് വന്നിട്ടുള്ള മീര ജാസ്മിൻ ഒരു പെണ്ണാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന രംഗമുണ്ട്. അതുപോലെ ഇന്ന് സത്യം പറയാൻ വിമ്മിഷ്ടം മുട്ടി നിൽക്കുന്ന MV ഗോവിന്ദൻ അഭിലാഷിന്റെ ഇന്റർവ്യൂവിൽ വന്നിട്ട് ആ സത്യം വിളിച്ചു പറയുകയായിരുന്നു. അതൊരു വസ്തുതയാണ്. RSSുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അത് ജനതാ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ മാത്രമല്ല, ജനതാ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ജനസംഘവുമായിട്ട് തന്നെ RSS നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ജനസംഘവുമായിട്ട് തന്നെ 1967 മുതൽ ഒരു സഖ്യം ഉണ്ടല്ലോ. അന്നുണ്ടാക്കിയിട്ടുള്ള സംയുക്ത വിധായക് ദൾ എന്ന് പറയുന്ന സഖ്യത്തിന്റെ അതേ മോഡലാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള ജനതാ മുന്നണി. അതാണ് പിന്നീട് ജനതാ പാർട്ടിയായിട്ട് തീർന്നത്. ആ സംയുക്ത വിധായക് ദളിന്റെ ഭാഗമായിട്ട് ബീഹാറിൽ സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ആ സർക്കാരിൽ ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നു. CPI മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു, CPM മുന്നണിയുടെ ഭാഗമായിരുന്നു, ജനസംഘം മുന്നണിയുടെ ഭാഗമായിരുന്നു. അതേ മുന്നണി കൽക്കത്തയിൽ അധികാരത്തിൽ വന്നു. അജോയ് മുഖർജി മുഖ്യമന്ത്രിയായി. അതിലന്ന് ജനസംഘ MLA-യുടെ പിന്തുണ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായിട്ടുള്ള അജോയ് മുഖർജിക്കാണ്. ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ന് മുഖ്യമന്ത്രി സമയമെടുത്ത് ചെയ്തത് വൈറ്റ് വാഷിംഗ് ആണ്. പക്ഷേ എത്ര പുട്ടിയിട്ടാലും എത്ര വൈറ്റ് വാഷ് ചെയ്താലും RSSും CPM-ഉം തമ്മിൽ ദീർഘകാലമായിട്ടുണ്ടായിട്ടുള്ള അന്തർധാരകൾ അത് വളരെ വിസിബിളായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. MV ഗോവിന്ദൻ അക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് തീർക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ നിലമ്പൂരിലെ നിലമ്പൂരിലെ MLA ആക്കാൻ വേണ്ടി മത്സരിക്കുന്ന കാൻഡിഡേറ്റ് അദ്ദേഹം വന്നിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹം വന്നിട്ട് പറഞ്ഞ കാര്യം അത് ജനതാ പാർട്ടി ആയിരുന്നു, അതിന് RSSുമായിട്ട് ബന്ധമുണ്ടായിരുന്നതല്ലേ. ജനതാ പാർട്ടി രൂപീകരിക്കുന്ന മുമ്പ് 75 സുന്ദരയ്യയുടെ രാജിക്കത്ത് പോയില്ലേ? അപ്പോൾ സുന്ദരയ്യ 75 തന്നെ RSSുമായി സഹകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് രാജിക്കത്ത് P സുന്ദരയുടെ രാജിക്കത്ത് തങ്ങൾക്കെതിരെയുള്ള ഒരു ആരോപണമായി വരുമെന്നറിയുന്നതുകൊണ്ട് അനിൽകുമാർ സ്ഥിരമായി ചെയ്യുന്നത് പോലെ അത് അങ്ങെടുത്ത് ആദ്യം പുറത്തിട്ടു. ആ രാജിക്കത്ത് കൃത്യമായിട്ട് വായിക്കണ്ടേ? ആ രാജിക്കത്തിൽ എന്താ പറയുന്നത്? My resignation is due to the fact that the CC majority has decided for joint actions with pro-imperialist Janasangh, with paramilitary fascist stormtrooper like RSSുമായി സഹകരിക്കാൻ വേണ്ടി CC എടുത്ത തീരുമാനത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള എൻ്റെ രാജി എന്ന് P സുന്ദരയ്യ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പറഞ്ഞത്. പിന്നെ RSSുമായി സഹകരിച്ചിട്ടില്ല, നിങ്ങൾ സഹകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എങ്ങനെ പറയും? സുന്ദരയ്യ നുണ പറഞ്ഞതാണോ? നിങ്ങളുടെ അന്നത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, അക്കാലത്തെ ഏറ്റവും ശീർഷനായിട്ടുള്ള നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൽ പങ്കെടുത്തുള്ള ഒരു നേതാവ് നുണ പറഞ്ഞതാണോ? എങ്കിൽ നിങ്ങൾ അത് പറയണം. P സുന്ദരയ്യ പരസ്യമായി രാജിക്കത്ത് എഴുതി കൊടുത്തതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അതൊക്കെ രാജ്യവ്യാപകമായി RSSനെതിരെയുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ് RSSനെയും ജനസംഘത്തെയും ജനതാ പാർട്ടിയെയും ഒക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ RSSന് CPM ഡോർ തുറന്നു കൊടുത്തപ്പോൾ രാജ്യവ്യാപകമായി RSSനും ജനസംഘത്തിനുള്ള ഡോർ അടച്ചത് കോൺഗ്രസ് ആയിരുന്നു. അത് മറക്കരുത്.